പാലാ ജനറൽ ആശുപത്രിയുടെ നവീകരണത്തിനായി 3.5 കോടി രൂപ അനുവദിച്ചതായി മാണി സി കാപ്പൻ MLA പറഞ്ഞു. 15 വർഷം പഴക്കമുള്ള പ്രവർത്തനരഹിതമായ 2 ലിഫ്റ്റുകൾ മാറുന്നതിനും 96 ലക്ഷം രൂപ മുടക്കി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുമാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. 3 ലക്ഷം രൂപയാണ് ആശുപത്രിയുടെ പ്രതിമാസ വൈദ്യുത ബിൽ. ആശുപത്രിയുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി 2 കോടി രൂപ കൂടി അനുവദിച്ചതായും MLA അറിയിച്ചു. ഒരാഴ്ച മുമ്പ് ആരംഭം സുപ്രീംകോടതി എഴുതുന്ന 5 കോടി പ്രപ്പോസൽ വന്നു. നേരത്തെ തന്നെ ബഡ്ജറ്റിൽ 1.5 കോടി രൂപ സൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുത്തിരുന്നു. അത് പാസ്സായിരുന്നത്. ഇപ്പോൾ വേറൊരു ഫണ്ട് വന്നത് 3.5 കോടി രൂപ കൂടി അതിൽ ചേർത്ത് 5 കോടി രൂപയുടെ പ്രപ്പോസലാണ് എന്നെ ഏൽപ്പിച്ചത്. സോളാർ പാനലിന് വേണ്ടി 96 ലക്ഷം രൂപയും 2 ലിഫ്റ്റ് മാറ്റുന്നതിനുള്ള പണവും പ്ലസ് ചുറ്റുമതിലും അതിന് 3 കോടി രൂപ. അതിന് 1.5 കോടി രൂപ ഓൾറെഡി ബഡ്ജറ്റ് അനുവദിച്ചാണ്. ബാക്കിയുള്ള കൂടി നോക്കുമ്പോൾ 3.5 കോടി രൂപ കൂടെ കൊടുത്താൽ ആ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ആ 3.5 കോടി രൂപകളെ അങ്ങോട്ട് മാറ്റി കൊടുത്തായിട്ട് അറിയിക്കുന്നു. ആശുപത്രി പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നത്. ഞാൻ ഇന്ത്യയിലെ വന്നപ്പോൾ കുറച്ച് നാൾ നോക്കി. ഇത്രയും കാലങ്ങളെ വന്നിട്ടുണ്ട് ഇത്ര വൃത്തിയായിട്ട് നല്ല ഭംഗിയായ രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. ബജറ്റിൽ MLAയുടെ നിർദ്ദേശമനുസരിച്ച് നേരത്തെ 1.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ്, RMOമാരായ ഡോക്ടർ M അരുൺ, ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവർ നിവേദനം നൽകിയിരുന്നു. അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്ന് MLA അറിയിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾക്കും 7 കോടി രൂപ വീതം അനുവദിച്ചിരുന്നു. ഇത് അതത് നിയോജക മണ്ഡലങ്ങളിലെ MLAമാർക്ക് 2 പ്രൊജക്റ്റുകൾക്കായി ചെലവഴിക്കാമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് 3.5 കോടി ജനറൽ ആശുപത്രിക്ക് അനുവദിച്ചതായും മാണി സി കാപ്പൻ പറഞ്ഞു. നഗരസഭ 4 കോടി 30 ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം ജനറൽ ആശുപത്രിക്കായി ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാനും അറിയിച്ചു. പാലാ ഗവൺമെൻറ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാധീനതകളുണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രം നമ്മുടെ ആശുപത്രി മുന്നോട്ട് വളരുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ OPയുടെ എണ്ണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 1000-ലേറെ രോഗികൾ ഓരോ ദിവസവും വന്നു പോകുന്ന ആശുപത്രിയാണ്. അതെല്ലാവരും തന്നെ നിർധനരായ രോഗികളാണ്. അപ്പോൾ ഈ രോഗികൾ ഇത്രയും പേര് വന്നു കൂടുന്ന ഈ ആശുപത്രി ഒന്ന് നല്ല രീതിയിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അങ്ങേയറ്റം അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആവശ്യമില്ല, തർക്കമില്ല കാര്യത്തിൽ. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയർമാനായിട്ട് 4 മാസമാകുമ്പോൾ നിങ്ങൾക്കറിയാം. അതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ ഞാനത് പരിശോധിച്ച് നോക്കി. മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമുക്ക് ഗവൺമെൻറ്റിലുള്ള ഫണ്ടുകൾ 90% നമ്മൾ വിനിയോഗിക്കുന്നത് മുനിസിപ്പാലിറ്റിക്കില്ല. അത് ഈ ഗവൺമെൻറ് ജനറൽ ആശുപത്രിക്ക് തന്നെയാണ്. അത് ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഇപ്രാവശ്യം തന്നെ നമുക്ക് 5 കോടി രൂപ അനുവദിച്ചതിൽ 4 കോടി 30 ലക്ഷം രൂപയും ഈ ആശുപത്രിയിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഈ താലൂക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കൂടാണ്ട് ആയുർവേദ ആശുപത്രിയുണ്ട്, ഹോമിയോ ആശുപത്രിയുണ്ട്, മൃഗാശുപത്രിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, കൃഷിഭവനുണ്ട്, മറ്റ് LP സ്കൂളുകൾ 4 ഉണ്ട്. അങ്ങനെ ഈ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾക്ക് എല്ലാം കൂടി ബാലൻസ് വരുന്ന ചെറിയ തുകയെ നമുക്ക് മുടക്കാൻ സാധിക്കും. ജോസ് കെ മാണി MP അനുവദിച്ച 2 കോടി 45 ലക്ഷം രൂപ വിനിയോഗിച്ച് റേഡിയേഷൻ ബ്ലോക്ക് നിർമ്മാണവും പാലിയേറ്റീവ് വിഭാഗത്തിനായി അനുവദിച്ച വാഹനം വാങ്ങുകയും ചെയ്യുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷും മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ന്യൂറോ മെഡിസിൻ OP വിഭാഗം ആരംഭിച്ചിട്ടുള്ളതായി സൂപ്രണ്ട് അറിയിച്ചു. കേൾവിക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയും ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പുതുതായി ആരംഭിക്കുന്ന പദ്ധതികൾ എത്രയും വേഗം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലുപടവൻ, PM ജോസഫ്, ഷാർലി മാത്യു, KS രമേഷ് ബാബു, ബാബു മുക്കാല, ജെയ്സൺ മാന്തോട്ടം, PK ഷാജകുമാർ, ഡോക്ടർ M അരുൺ, RMO ഡോക്ടർ രേഷ്മ, വിവിധ വകുപ്പ് അധികൃതർ എന്നിവരും HMC യോഗത്തിൽ പങ്കെടുത്തു.